80 ഈ 90-കളിൽ 90-2000 വരെയെല്ലാം ശരിക്കും എല്ലാവരുടെ കയ്യിലും പുസ്തകങ്ങൾ കാണും. നമ്മളിപ്പോൾ പുസ്തകം വായിച്ചിട്ട് ഒരു ആനുകാലിക പ്രസിദ്ധീകരണമെല്ലാം വായിച്ചിട്ട് ഒരു നിമിഷം നമ്മൾ എന്തെങ്കിലും ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന മനുഷ്യൻ ആ പുസ്തകം വായിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. അതൊരു അപൂർവ അനുഭവമാണ്. കാരണം നമുക്ക് പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്ത് കഴിഞ്ഞാൽ മറ്റേ ആൾക്കത് വേണം. അദ്ദേഹം ഈ രമണൻ്റെ ഒരു കോപ്പി ഇവിടെ കൊണ്ടുവന്നു, ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്, വില കൊടുത്ത് മേടിച്ച് വന്നത്. പക്ഷെ ആ പുസ്തകം പിന്നീട് നാട്ടിലുള്ള മുഴുവൻ എന്ന് പറഞ്ഞാൽ കുറേ വീടുകളിലേക്ക് വന്നിട്ട് ബുക്ക് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് തരണേന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ പുസ്തകം ആനന്ദും NS മാധവൻ്റെയും കഥകൾ മലയാള ഭാഷയിൽ ഇത്രയും ശക്തമായ കഥാഖ്യാനം ഇവർ രണ്ടുപേരും നിർവഹിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വാക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു വലിയ കെട്ടിടം പണിയുന്നത് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയും സൂക്ഷ്മതയോടുകൂടി കഥാഖ്യാനം നിർവഹിക്കുന്ന മലയാളത്തിൽ ഒരുപാട് എഴുത്തുകാർ നമുക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് കൗതുകം തോന്നിയിട്ടുള്ളത് ഈ ആനന്ദിൻ്റെയും NS മാധവൻ്റെയും കഥകളുടെ അതിൻ്റെ ഒരു നിർമ്മാണ രീതി. ഏറ്റവും വായിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം ഏതാ? നോവലുകളിൽ ഇപ്പോഴും ഖസാക്കിൻ്റെ ഇതിഹാസമായിരിക്കും. ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കപ്പെട്ടതുപോലെ പഠിച്ചതുപോലെ നിരൂപണം എഴുതപ്പെട്ട മറ്റ് കൃതികൾ മലയാളത്തിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇത്രയേറെ നിരൂപകർ ഈ പുസ്തകം വായിച്ചിട്ടും അവർ കണ്ടെത്താത്ത ഒരു രഹസ്യം ആ പുസ്തകത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ആദ്യമായി കണ്ട എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വളരെ രസകരമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇന്നിപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ചെറുതാഴത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചെറുതാഴം ഇന്ന് ധാരാളം എഴുത്തുകാരുള്ളൊരു സ്ഥലമാണ്. മറ്റ് ദേശത്തിനില്ലാത്തൊരു പ്രത്യേകത ചെറുതാഴത്ത് തന്നെ എണ്ണി നോക്കിയാൽ ഒരു 10-25 എഴുത്തുകാരുണ്ടാവും. നോവലിസ്റ്റുകളുണ്ട്, കഥാകൃത്തുക്കളുണ്ട്, കവികളുണ്ട്, നാടകകൃത്തുക്കളുണ്ട്. ഇതിൽ ആദ്യകാലത്ത് നാടകകൃത്താണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പരിചയപ്പെട്ട 2 എഴുത്തുകാരും, ഒന്ന് മണ്ടൂർ സുകുമാരൻ എന്ന് പറയുന്ന മാഷാണ്. മണ്ടൂർ സുകുമാരൻ മാഷ് വിവർത്തകനാണ്. ബാണഭട്ടൻ്റെ കാദംബരി, ഹർഷചരിതം, സുബന്ധുവിൻ്റെ വാസവദത്ത ഇതൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് മണ്ടൂർ സുകുമാരൻ മാഷാണ്. വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. മാഷ് പിന്നീട് അങ്ങനെ എഴുത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറി നിന്നു. ഹിന്ദിയിൽ നിന്ന് മാഷ് അന്ന് നോവലുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങൾ ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് മാഷാണ്. അതിന് അഹിന്ദി പ്രദേശത്തെ എഴുത്തുകാർക്കുള്ള അവാർഡൊക്കെ മാഷൊക്കെ കിട്ടിയിട്ടുണ്ട് ആ കാലത്ത്. പിന്നെ മറ്റൊരു എഴുത്തുകാരൻ, അന്ന് അദ്ദേഹം എഴുത്തുകാരനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഡോക്ടർ NVP ഉണിത്തിരിയാണ്. അദ്ദേഹം നമ്മളെ കൊളപ്പുറം ദേശക്കാരനാണ്. NVP ഉണിത്തിരി. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് കിഴക്കോട്ട് പോയാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതിൻ്റെ അടുത്താണ് മാഷുടെ വീട്. ആ വീട് ഇപ്പോഴും ഇല്ല. മാഷ് ഇവിടുന്ന് വിറ്റിട്ട് കോഴിക്കോടേക്ക് പോവുകയാണ് ചെയ്തത്. മാഷ് അന്ന് കണ്ട ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് മാഷ് വളരെ വലിയ പഠിപ്പുള്ളൊരു മനുഷ്യനെന്നേ നമുക്കന്ന് തോന്നിയിട്ടില്ല. എഴുത്തുകാരനെന്ന് അന്ന് അറിയില്ലായിരുന്നു. പിന്നീടാണ് മാഷ് എഴുതുന്ന ആളാണെന്ന് മനസ്സിലായത്. പിന്നെ അതിന് ശേഷം മണ്ടൂരിൽ കുറച്ചു കാലം ഒരു എഴുത്തുകാരൻ വന്ന് താമസിച്ചിരുന്നു, ഒരു കവി, പയ്യന്നൂർ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. കേട്ടിട്ടുണ്ടോ? വടക്കം പാട്ടുകളെ കുറിച്ചിട്ട് ധാരാളം അന്ന് കഥകളൊക്കെ പുനരാഖ്യാനം ചെയ്തതും കവിതയൊക്കെ എഴുതിയിട്ടുള്ള ഒരാൾ പയ്യന്നൂർ ബാലകൃഷ്ണൻ. അദ്ദേഹം കുറച്ച് വർഷങ്ങൾ മണ്ടൂരിൽ താമസിച്ചിരുന്നു. അങ്ങനെ ആ മനുഷ്യനായിട്ട് അന്ന് എനിക്ക് ചെറിയൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കാണാൻ വേണ്ടി പോയി. അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ
എൻ്റെ എഴുത്തിന് അന്ന് ഞാൻ ഒരു കഥ വായിക്കാൻ വേണ്ടി കൊടുത്തു. ആ കഥ വായിക്കാൻ കൊടുത്തിട്ട് എൻ്റെ കയ്യക്ഷരത്തെ അന്ന് അദ്ദേഹം നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. വളരെ മനോഹരമായിട്ടാണ് ദാമോദരൻ എഴുതുന്നതെന്ന് ആദ്യമായിട്ട് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത് പയ്യന്നൂർ ബാലകൃഷ്ണനാണ്. അതേപോലെ പിന്നീട് എപ്പോഴും ഒരിക്കൽ കുറേ വർഷങ്ങൾക്ക് ശേഷം വൈശാഖനുമായിട്ട് എഴുത്ത് നടത്തുന്ന സമയത്ത്, കത്തിടപാടുകളൊക്കെ നടത്തുന്ന സമയത്ത് ഞാൻ ഈ പുസ്തകം എഡിറ്റ് ചെയ്യുമ്പോൾ വൈശാഖൻ മാഷോട് ഒരു കഥ ആവശ്യപ്പെട്ടിട്ട് കത്ത് എഴുതിയപ്പോൾ മാഷ് കഥ പ്രസിദ്ധീകരിക്കാൻ അനുവാദം തരികയും എൻ്റെ കയ്യക്ഷരത്തെ നന്നായിട്ട് ദാമോദരൻ ചിത്രം വരയ്ക്കുന്നത് പോലെയാണ് എഴുതുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ച ഒരു ഓർമ്മയുണ്ട് എനിക്ക്. അത് വളരെ നല്ല ഓർമ്മകളിലൊന്നായിട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും. നമ്മളെ നാട്ടിലെന്ന് പറയുന്നത് ഈ അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ട് പിന്നീട് ഒരു സമൂഹത്തിൻ്റെ ഒരു ഉണർവുണ്ടായിരുന്നു. ആ ഉണർവിൽ സ്വാഭാവികമായിട്ട് ഈ ഇടതുപക്ഷ പ്രവർത്തകർ സജീവമായിട്ട് ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് സമൂഹത്തിൽ. ആ ഇടപെടലിലാണ് ഈ വായനശാല പ്രസ്ഥാനം സജീവമായത്. പുസ്തകങ്ങൾ അത് അവർക്ക് ഇടതുപക്ഷ പ്രവർത്തകർക്ക് പഴയ കാലത്ത് സ്വാഭാവികമായിട്ട് പുസ്തകങ്ങൾ വായിക്കണമെന്നും അത് ജനങ്ങളിൽ എത്തിക്കണമെന്നും അവർക്ക് അറിവ് നൽകണം എന്നുള്ള ഒരു പ്രവർത്തനം നമ്മളുടെ ഏരിയയിൽ വെച്ച അനുഭവമാണ് ഞാൻ പറയുന്നത്. മറ്റു മേഖലകളിൽ അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് ഇവർ ഇത്തരം പ്രവർത്തനങ്ങൾ വായനശാല സജീവമാക്കണമെന്നും അങ്ങനെ എല്ലാവരും വായനക്കാരാവണം എന്നുള്ളൊരു ബോധം അന്ന് ഇവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അന്നത്തെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എല്ലാ ഗ്രാമങ്ങളിലും ഇത്തരം വായനശാലകൾ വന്നത്. പക്ഷേ വായനശാല ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലും വന്നുവല്ലോ. സർക്കാർ സംവിധാനത്തിൽ തന്നെ അന്ന് വായനശാലകൾ ഉണ്ടായിട്ടുണ്ട്. അതും നമുക്ക് സൗകര്യമായിരുന്നല്ലോ. പിന്നെ അതിനു മുന്നേ ലൈബ്രറിയുടെ കാര്യം പറഞ്ഞു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വായിക്കാൻ സൗകര്യമുള്ള ആളുകൾക്ക് ധാരാളം പുസ്തകങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് ആളുകൾ. ഇപ്പോഴും സംവിധാനമുണ്ട്, പക്ഷെ നമ്മുടെ വായനശാലയിലേക്ക് ആളുകൾ വരുന്നില്ല. ഇപ്പോൾ നമ്മൾ കുട്ടികളെ ഇപ്പം കൂട്ടിയിട്ട് കുടുംബാംഗങ്ങളെല്ലാം കൂട്ടിയിട്ട് ആളുകൾ ഉത്സവത്തിന് പോകും, ടൂറ് പോകും. പക്ഷേ എത്ര രക്ഷിതാക്കൾ കുട്ടികളെയും കൂട്ടിയിട്ട് പുസ്തകശാലയിൽ ഇവിടെ ലൈബ്രറികളിലേക്ക് വരുന്നുണ്ട്? അപൂർവമാണ്. പുസ്തകങ്ങൾ ഇപ്പോഴും ഞാൻ ലൈബ്രറി നിത്യം സന്ദർശിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ആളുകൾ വന്ന് പുസ്തകം എടുക്കുന്നത് അങ്ങനെ ഇല്ല. പുസ്തകങ്ങൾ ആളുകൾക്ക് ഇപ്പോഴും വലിയ താല്പര്യം വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഇതും കൂടെ അതിൻ്റെ ഒരു വൈബല്യം കൂടെ വന്നതോടുകൂടി ആളുകൾ വായന അങ്ങനെ മാറിപ്പോയിട്ടുണ്ടാവാം. പക്ഷേ എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ വായിക്കപ്പെടാതെ നമ്മുടെ പുസ്തകശാലകളിൽ കിടക്കുന്നുണ്ട് ഇപ്പോൾ. ഈ വായനയുടെ ഒരു അടിത്തറ നമുക്ക് നൽകിയത് ഈ വായനശാലയിലുള്ള ലൈബ്രറികളായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വായിച്ച് വളരുന്നതോടുകൂടെ എല്ലാ ഘട്ടത്തിലും നമ്മൾ വായനശാലേനെ സമീപിക്കുന്നില്ല. ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ വായനശാലയുടെ വായന കുറഞ്ഞു. പിന്നീട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ പുസ്തകം മേടിച്ച് വായിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു ചെറിയ പ്രായത്തിൽ മാത്രമേ നമ്മൾ വായനശാലയിൽ പോയിട്ടുള്ളൂ. പിന്നെ നമ്മൾ സ്വന്തം പൈസ കൊടുത്തിട്ട് തന്നെയാണ് പുസ്തകം മേടിക്കുന്നത്. നമുക്ക് അങ്ങനെ മേടിക്കാവുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി നമ്മൾ സ്വന്തമായിട്ട് തന്നെ പുസ്തകം വാങ്ങിക്കുകയാണ് ചെയ്തത്. ആ ലേഖനം ഇപ്പോൾ അവർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. അത് ലേഖനത്തിൽ ഈ വായനയെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് എറണാകുളത്തേക്ക് ഞങ്ങളൊരു ദിവസം ഇങ്ങനെ ട്രെയിനിൽ പോവുക. പയ്യന്നൂരിൽ നിന്ന് ഞങ്ങൾ 4-5 എഴുത്തുകാരായ സുഹൃത്തുക്കളാണ്. അപ്പോൾ ട്രെയിനിൽ ഇരുന്നിട്ടാണ് ഈ തോമസ് മെൻ്റെ ശ്യാമകംസം എന്നുള്ള നോവൽ വായിക്കുന്നത്. ആ യാത്രക്കിടയിൽ ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ നിരന്തരം സഞ്ചരിക്കുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ പുസ്തകം, പ്രത്യേകിച്ച് ട്രെയിൻ യാത്രക്കിടയിൽ പുസ്തക വായന അന്ന് സജീവമായിരുന്നു. അത് ഒട്ടുമിക്ക മനുഷ്യരും അന്ന് വായനക്കാരായിട്ട് ഇങ്ങനെ കാണും. ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും പുസ്തകങ്ങളോ ആനുകാലികങ്ങളോ ഉണ്ടാവും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ. ഇന്നിപ്പോൾ അതിന് പകരം ഫോണിൽ എല്ലാവരും നോക്കിക്കൊണ്ടായിരിക്കുന്നുണ്ട്. പക്ഷേ അന്ന് അങ്ങനെയല്ല. ഇപ്പോൾ 90-കളിൽ 90-2000 വരെയെല്ലാം ശരിക്കും എല്ലാവരുടെ കയ്യിലും പുസ്തകങ്ങൾ കാണും. നമ്മളിപ്പോൾ പുസ്തകം വായിച്ചിട്ട് ഒരു ആനുകാലിക പ്രസിദ്ധീകരണമെല്ലാം വായിച്ചിട്ട് ഒരു നിമിഷം നമ്മൾ എന്തെങ്കിലും ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന മനുഷ്യൻ ആ പുസ്തകം വായിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. അതൊരു അപൂർവ അനുഭവമാണ്. കാരണം നമുക്ക് പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്തുകൂടാ. കണ്ണെടുത്ത് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് അത് വേണം. അയാൾ മേടിച്ച് വായിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു അനുഭവം ഈ ട്രെയിൻ യാത്രക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പുസ്തകം എടുത്ത് നമ്മൾ ഇരുന്നാൽ ആരും ചോദിക്കില്ല. പുസ്തകത്തോട് ആരും ചോദിക്കാറില്ല. അത് വേണമെങ്കിൽ നമുക്ക് തന്നെ വായിക്കാം. അല്ല, അങ്ങനെ കാണാറേ ഇല്ല ആരും പുസ്തകം. ഞാനിപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുസ്തകം വായിക്കുന്ന ആളാണ്. പക്ഷെ ആരും പുസ്തകമൊന്നും ചോദിക്കുന്നത് കാണുന്നില്ല.
രമണൻ എന്ന് പറഞ്ഞ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച പുസ്തകമല്ല. പക്ഷെ എൻ്റെ വീട്ടിൽ, അടുത്ത വീട്ടിൽ, എൻ്റെ വീട്ടിൽ തന്നെ അന്ന് ബന്ധുക്കൾ അന്ന് രമണൻ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഒരു വല്യമ്മയുടെ മകളുടെ ഭർത്താവ് അദ്ദേഹം ഈ രമണൻ്റെ ഒരു കോപ്പി ഇവിടെ കൊണ്ടുവന്നു. ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്, വില കൊടുത്ത് മേടിച്ച് വന്നത്. പക്ഷെ ആ പുസ്തകം പിന്നീട് നാട്ടിലുള്ള മുഴുവൻ ആളുകൾ, മുഴുവൻ എന്ന് പറഞ്ഞാൽ കുറേ വീടുകളിലേക്ക് വന്നിട്ട് ബുക്ക് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് തരണേന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ പുസ്തകം രമണൻ്റെ ഒരു കോപ്പി, അത് എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ്. പിന്നെ എൻ്റെ ഒരു സഹോദരനുണ്ട്, അദ്ദേഹം വായിക്കുമായിരുന്നു, കുറേശ്ശെ വായിക്കുന്ന ഒരാളായിരുന്നു. അത് ഇപ്പോൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകമൊക്കെ എടുത്തിട്ട് വരികയായിരുന്നു. പിന്നെ അദ്ദേഹം ഈ കുളപ്പുറം എക്സലൻഷ്യർ ഹാൻഡ്ലൂമിൽ, അന്ന് ആറോം കമ്പനി എന്നാണ് പറയുക, വളരെ പ്രധാനപ്പെട്ട ഒരു കൈത്തറി സ്ഥാപനമാണ്, വിദേശത്തേക്കൊക്കെ തുണി കൊണ്ടിരിക്കുന്നത്. അവിടെ ആളുകൾ ഇതേപോലെ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരികയായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ജ്യേഷ്ഠൻ അവിടുന്ന് പലപ്പോഴും പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് വരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വായനയുടെ ഒരു അന്തരീക്ഷം എന്ന് പറയാവുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം അതുകൂടിയായിരിക്കാം. രമണൻ ഞാനന്ന് ആദ്യം കണ്ടിട്ടുള്ള കോപ്പി NBS ഇറക്കിയിട്ടുള്ള കോപ്പി തന്നെയാണ്. ക്രൗൺ സൈസിലുള്ള ഒരു പുസ്തകം തന്നെയാണ്. അത് നാടകീയമായിട്ടുള്ളൊരു കഥാഖ്യാനാണല്ലോ. ഞാൻ ഈ കഴിഞ്ഞ വർഷമൊന്നും കൂടി വെറുതെ എടുത്തൊന്ന് വായിച്ച് നോക്കിയിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ ഒരു കൗതുകത്തിന്. പക്ഷെ ഞങ്ങളുടെ ഇപ്പം വായനയൊക്കെ തുടങ്ങുമ്പോൾ ഇപ്പം ഇവരൊന്നല്ല ഈ നമ്മളുടെ വായനയിലേക്ക് വളരെ ശക്തമായിട്ട് വരുന്ന സന്ദർഭങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നിരഞ്ജനയുടെ നോവലും അനന്തമൂർത്തിയുടെ നോവല്, ശ്രീകൃഷ്ണ ആലനകള്ളിയുടെ നോവൽ, അതിനുശേഷം ആണ് നമ്മൾ മലയാളത്തിലേക്ക് ശക്തമായിട്ട് വായന വരുന്നത്. ആ കാലത്ത് കടമ്മനിട്ടയുടെ കവിതകൾ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടിൻ്റെ കവിതകൾ, KG ശങ്കരപ്പിള്ളയുടെ കവിതകൾ, അതൊക്കെ നമ്മൾ അന്ന് വളരെ പ്രാധാന്യത്തോടു കൂടെ വായിച്ചിട്ടില്ല. അന്ന് എപ്പോഴും നമ്മളെ സാഹിത്യ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരം ആളുകളാണ്. അപ്പോൾ ആ കവിതകൾ വായിക്കാൻ അന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അതേപോലെ ആനന്ദിൻ്റെ കഥകൾ ആദ്യത്തെ കഥാപുസ്തകമൊക്കെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ആ കഥകൾ ഇപ്പോഴും വായിക്കാൻ, ശരിക്കും പറഞ്ഞാൽ അത് ആനന്ദും NS മാധവൻ്റെയും കഥകൾ മലയാള ഭാഷയിൽ ഇത്രയും ശക്തമായ കഥാഖ്യാനം ഇവർ രണ്ടുപേരും നിർവഹിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വാക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു വലിയ കെട്ടിടം പണിയുന്നത് ബിൽഡ് ചെയ്യുന്നത്. അത്രയും സൂക്ഷ്മതയോടുകൂടി കഥാഖ്യാനം നിർവഹിക്കുന്ന മലയാളത്തിൽ ഒരുപാട് എഴുത്തുകാർ, നമുക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് കൗതുകം തോന്നിയിട്ടുള്ളത് ഈ ആനന്ദിൻ്റെയും NS മാധവൻ്റെയും കഥകളുടെ അതിൻ്റെ ഒരു നിർമ്മാണ രീതി, എങ്ങനെയാണ് ഒരു കഥ എഴുതി നിർവഹിക്കുന്നത്, അതിങ്ങനെ കഥ ഡെവലപ്പ് ചെയ്ത് വരുന്നത് വളരെ അത്ഭുതകരമാണ്. അത് സൂക്ഷ്മമായിട്ട് ആഖ്യാന രീതി പഠിക്കുന്ന ആളുകൾ അതിൻ്റെ ആഖ്യാന കൗശലം എന്നുള്ള നിലയിൽ സൂക്ഷ്മമായിട്ടുള്ളൊരു വായന ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ നിരൂപണത്തിൽ ആരും എഴുതി കണ്ടിട്ടില്ല. അതേപോലെ വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ നാട്ടിലിപ്പോൾ ഏറ്റവും വായിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം ഏതാ? നോവലുകളിൽ ഇപ്പോഴും ഖസാക്കിൻ്റെ ഇതിഹാസമായിരിക്കും. ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കപ്പെട്ടതുപോലെ, പഠിച്ചതുപോലെ നിരൂപണം എഴുതപ്പെട്ട മറ്റ് കൃതികൾ മലയാളത്തിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇത്രയേറെ നിരൂപകർ ഈ പുസ്തകം വായിച്ചിട്ടും അവർ കണ്ടെത്താത്ത ഒരു രഹസ്യം ആ പുസ്തകത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എല്ലാ കാലത്തും എന്തുകൊണ്ടാണ് മലയാളികൾ ഈ പുസ്തകം ഇത്ര ആവർത്തിച്ച് വായിക്കുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നാം. പക്ഷെ അതിൽ ഒരു രഹസ്യമുണ്ട്. ആ നിഗൂഢത തേടിയിട്ടാണ് വായനക്കാർ നിരന്തരം ഖസാക്കിലേക്ക് പോകുന്നത്. പക്ഷേ ഇത്രയും കാലം മലയാളികൾ വായിച്ചിട്ടും അവർ ശ്രദ്ധിക്കാത്ത ഒരു വരി ആ കഥയിലുണ്ട്. ശിവരാമൻ നായരോട് ഭാര്യ ചോദിക്കുന്ന ഒരു സന്ദർഭമാണ്, ഞാറ്റുപുരയിൽ വിദ്യാലയത്തിന് ഞാറ്റുപുര വിട്ടുകൊടുത്താൽ നമ്മൾ ഞാറ് എവിടെ ഇടും എന്ന്. അപ്പോൾ പറയുന്നത് ഞാറ് പോയി തൊലയട്ടെ എന്നാണ്. അപ്പോൾ കാർഷിക സംസ്കാരത്തെ ഉപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മുദ്രാവാക്യമാണത്. ഇന്ന് ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖല എല്ലാം തകർന്നടിഞ്ഞിട്ട് കിടക്കുകയാണ്, പ്രത്യേകിച്ചിട്ട് നെൽകൃഷി. പക്ഷേ ഇത് നമ്മൾ അധികം ആളുകൾ ആരും ശ്രദ്ധിച്ചില്ല. അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു ആശയമാണ് അതിലുള്ളത്. ഏറ്റവും മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യമാണ് ഭക്ഷണമാണ്. ആ ഭക്ഷണം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് അരിയാഹാരമാണ്. അപ്പോൾ ആ ഒരു സാധനം ഉപേക്ഷിച്ചിട്ട്
നമ്മൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന് അന്നമാണ്. അപ്പോൾ ആ അന്നം ഉണ്ടാകുന്ന ചെടി, ആ ഞാറ്, അത് പോയി തൊലയട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് വായിക്കേണ്ടത്. എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു കാർഷിക സംസ്കാരത്തെ, കാർഷിക ജീവിതത്തെ ഉപേക്ഷിച്ചിട്ട് ആധുനികതയിലേക്ക്, മറ്റ് വിദ്യാഭ്യാസത്തിലേക്കൊക്കെ നമ്മൾ മുന്നേറുന്നെന്ന് പറയുന്ന കാര്യം, ഇതൊന്നും നമ്മുടെ നിരൂപകരാരും സൂക്ഷ്മമായിട്ട് ഇതുവരെ വായിച്ചിട്ടില്ല. എത്രയോ തവണ എത്രയോ നിരൂപണങ്ങൾ മലയാളത്തിൽ വന്നെങ്കിൽ ഇതാരും കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഇത് വായിക്കപ്പെട്ടില്ല? അത് ഒരു പക്ഷേ നമ്മളെ ഈ കാർഷിക അടിത്തറയുള്ള ആളുകളായിരിക്കില്ല ഈ നിരൂപകർ. അവർ വേറെ മറ്റൊരു ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്നവർ. കൃഷി അവർക്കൊരു പ്രധാന കാര്യമായിരിക്കണമെന്നില്ല. പക്ഷേ അടിത്തട്ടിലുള്ള മനുഷ്യർ ഇത് വായിക്കുമ്പോൾ, ഖസാക്കിൻ്റെ ഇതിഹാസത്തിലേക്ക് വായിക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സൂക്ഷ്മ വായന ആവശ്യപ്പെടുന്ന ഒരു ആശയമാണത്. സ്കൂളിൽ ലൈബ്രറി ഉണ്ടായിരുന്നു. ഇപ്പോൾ ലൈബ്രറി എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് പാഠപുസ്തകങ്ങളൊന്നും കുട്ടികൾ പൈസ കൊടുത്തിട്ടല്ല വാങ്ങിക്കുക. സ്കൂളിൽ നിന്ന് തരും പുസ്തകങ്ങൾ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു വർഷം ഉപയോഗിച്ച പുസ്തകവും അവർ ജയിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആ പുസ്തകം തന്നെയായിരിക്കും മിക്കവാറും അടുത്ത ക്ലാസ്സിലുള്ള വരുന്ന തലമുറക്ക് അധ്യാപകർ വിതരണം ചെയ്യും. അപ്പോൾ അത് പലതും കീറിപ്പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ 2ാം ക്ലാസ്സിൽ നിന്ന് എനിക്ക് വളരെ വല്ലാത്തൊരു സങ്കടകരമായൊരു ഓർമ്മയുണ്ട്. എനിക്ക് കിട്ടിയ ഒരു മലയാള പാഠാവലി കവറൊക്കെ നഷ്ടപ്പെട്ട് മുഷിഞ്ഞൊരു പുസ്തകമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് നല്ല ഫ്രഷായിട്ടുള്ളൊരു പുസ്തകം കിട്ടി. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ആ പുസ്തകം എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചോദിച്ചതൊന്നുമില്ല. അല്ല, അതെൻ്റെ ഒരു ഓർമ്മയിൽ നിൽക്കുന്നതാണ് അന്ന് ഇങ്ങനെ പാഠപുസ്തകം. പിന്നെ സ്കൂളിൽ നിന്ന് UP സ്കൂളുകളിലൊക്കെ പോകുമ്പോഴാണ് സ്കൂളിൽ നിന്ന് പുസ്തകങ്ങൾ കിട്ടുക. പക്ഷെ അത് എല്ലാ കാലത്തൊന്നും അധ്യാപകർ നമുക്ക് തരില്ല. കാരണം അത് വല്ലപ്പോഴും 1-2 പുസ്തകങ്ങൾ മാത്രമേ സ്കൂളിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അത് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ വെക്കും, കുറച്ച് വായിക്കും. പക്ഷെ അന്ന് അങ്ങനെ സാഹിത്യത്തോട് അത്ര വായന കൗതുകമൊന്നും ഇല്ലെങ്കിൽ അത് നമ്മൾ തിരിച്ച് വീണ്ടും അവിടെ തന്നെ കൊണ്ടു കൊടുക്കും. അങ്ങനെ ശക്തമായ ഒരു വായന അന്ന് ഉണ്ടായി എന്ന് പറഞ്ഞുകൂടാ സ്കൂളിൽ നിന്ന്. പക്ഷെ പലപ്പോഴും സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ അന്ന് പുസ്തകം വിതരണം ചെയ്യാറില്ല. കാരണം അത് ബാധ്യതയാണ്. കാരണം അവർക്ക് ഈ പുസ്തകങ്ങൾ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ അത് പ്രശ്നപ്പെടുന്നതുകൊണ്ട് അവർ മിക്കവാറും അധ്യാപകർ അക്കാലത്ത് പുസ്തകം കൊടുക്കലില്ല. വർഷത്തിൽ 1-2 തവണ പുസ്തകം കൊടുക്കും. അതോടുകൂടി അതൊരു ചടങ്ങ് പോലെ തീർന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് നിരന്തരം പുസ്തകം കൊടുക്കണമെന്ന് അന്ന് അധ്യാപകർക്ക് തോന്നിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.